നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അകാരാന്ത പുല്ലിംഗ നപുംസകലിംഗ ശബ്ദത്തിൻ്റെ ഒരർത്ഥം, അതായത് അവർക്കായിക്കൊണ്ട് ആയിക്കൊണ്ട് എന്ന അർത്ഥത്തിലുള്ള പ്രയോഗം എങ്ങനെയാണ് വരിക, അതിൻ്റെ അവസാന പദത്തിൻ്റെ അവസാനം എന്ത് ചേർക്കണം എന്ന് നമ്മൾ നോക്കി. ഒരു ഉദാഹരണവും നോക്കി. ഇനി അതേ അകാരാന്ത പുല്ലിംഗവും നപുംസകലിംഗ ശബ്ദത്തിനും വേറൊരു അർത്ഥം നമുക്ക് ഇന്ന് നോക്കാം. ശ്ലോകം ഗണേശൻ്റെ ഒരു ശ്ലോകമാണ്. പൊതുവെ ഈ ശ്ലോകം ആരും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല രസമായിട്ടുള്ളൊരു ശ്ലോകമാണ്. നേരെ അർത്ഥം നമ്മൾ പിരിച്ചില്ല എങ്കിൽ കൺഫ്യൂഷനായി പോവും. അഗജാനന പദ്മാർക്കം, ഇത് ദായിൻ്റെ പാതിയാണ്. ദ ഇട്ടിട്ട് താഴെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അഗജാനന പദ്മാർക്കം ഗജാനനം അഹർനിശം അഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ഉപാസ്മഹേ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ശരിക്കും ഇങ്ങനെയല്ല എഴുതുക. ഞാൻ അർത്ഥം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അനേക ദന്തം ഇങ്ങനെയാണ് എഴുതുക. അനേകദന്തം ഈ രണ്ട് പദങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ഉപാസ്മഹേ, ഞങ്ങൾ ഉപാസിക്കുന്നു. ഞങ്ങൾ ഉപാസിക്കുന്നു. ആ ക്രിയാപദം നമുക്ക് പിന്നീട് നോക്കാം. ഉപാസ്മഹേ എന്ന് പറയുമ്പോൾ ഉപാസന എന്ന ഒരു പദത്തിൻ്റെ ഒരു ധ്വനി വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഊഹിക്കാം. ഉപാസിക്കുന്നു, ഞങ്ങൾ ധ്യാനിക്കുന്നു, പൂജിക്കുന്നു. ആരെ പൂജിക്കുന്നു? ഇതിൽ ഏതെങ്കിലും പദത്തിൻ്റെ അർത്ഥം എളുപ്പമായിട്ടുള്ള അർത്ഥം ഉണ്ടോ? ഏകദന്തം. ശരി. പക്ഷേ അതിനേക്കാട്ടിലും ഏകദന്തം ഒരു വിശേഷണമല്ലേ? ഗജാനനം. ഗജാനനമാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു നാമപദം. ബാക്കിയെല്ലാം വിശേഷണം. ഏതെങ്കിലും ഒരു പദം നാമപദമായിരിക്കും, അതിൻ്റെ വിശേഷണമായിരിക്കും. ഗജാനനെ ഉപാസിക്കുന്നു, ഗജാനനെ ഉപാസിക്കുന്നു. ഇപ്പം ഈ ഗജാനന പദം മൂലപദം എങ്ങനെയാണ്? ഗജാനനഃ. ഗജാനനഃ അകാരാന്ത പുല്ലിംഗ ശബ്ദമാണല്ലോ. അപ്പം ആ വെച്ച് അവസാനിക്കുന്ന വിസർഗമുണ്ട്. ഇപ്പൊ ഗജാനനഃ. പിന്നെ ഞാൻ പറയാണ് ഗജാനനഃ ഖാദതി. ഗജാനന് മോദകം വളരെ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പൊ ഗജാനനൻ ഖാദതി കഴിക്കുന്നു. ഖാദതി. ഈ ഖാ എന്നുള്ള ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ക വർഗത്തിലെ രണ്ടാമത്തെ അക്ഷരം ഖ, ഇക്ക എന്ന് പറയും നമ്മൾ. അപ്പം അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ചിലർ ഇങ്ങനെ എഴുതും, അങ്ങനെയും എഴുതാം. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ അത് രായും വായും പോലെ തോന്നും. അതുകൊണ്ട് ഒരു സേഫർ സൈഡ് എടുക്കാൻ വേണ്ടി എന്താ ചെയ്യുക? താഴെ ഇങ്ങനെ ചേർക്കുക. ഈ രായും വായിൻ്റെ അടിയിൽ ഇത് ചേർക്കുക. ഞാൻ എഴുതിയിരിക്കുന്ന പോലെ ഇതാ ചേർത്ത് ഇതാ ഖ, ഇതാ ഇങ്ങനെ. അല്ലെങ്കിൽ രായും വായും ഇട്ടിട്ട് അതിൻ്റെ അടി ഇങ്ങനെ ചേർക്കാം. ഖ ഖാദതി. ഗജാനനഃ ഖാദതി. ഗജാനനൻ കഴിക്കുന്നു. ഇപ്പം കഴിക്കുന്നത് മാത്രമല്ല, പല പല എക്സിബിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് തന്നെ ഒരു വലിയ എക്സിബിഷനാണല്ലേ. എന്താണ്? ഗജാനനഃ പിബതി, കുടിക്കുന്നു. ഗജാനനഃ നൃത്യതി, നർത്തനം ചെയ്യുന്നു. ഗജാനനഃ ധാവതി, ഗജാനനൻ ഓടുന്നു. ഗജാനനഃ സ്വപിതി, ഗജാനനൻ ഉറങ്ങുന്നു. ഗജാനനഃ വാദയതി, അതായത് മൃദംഗം വായിക്കുന്നു. വേറെന്തൊക്കെയാണ് പോസിലുണ്ടാവുക? ഗജാനനൻ. ഗജാനനഃ ദണ്ഡയതി, ആരെങ്കിലും അടിക്കുന്നു. ആ പാമ്പ് ഇട്ടിട്ടുണ്ടല്ലോ ബെൽറ്റായിട്ടല്ലേ, അതെടുത്തിട്ട് ആരെങ്കിലും അടിക്കുന്നു. അപ്പം ഗജാനനഃ ദണ്ഡയതി. പിന്നെ ഗജാനനഃ ഹസതി, ചിരിക്കുന്നത് നല്ല രസമാണല്ലോ അല്ലേ? ഗജാനനഃ ഹസതി. പിന്നെ ഗജാനൻ നന്നായിട്ട് പാചകം ചെയ്യും.
അമ്മയ്ക്കൊക്കെ സഹായിക്കും, പാർവതി ദേവിക്കൊക്കെ സഹായിച്ചു കൊടുക്കും. അപ്പൊ ഗജാനനഃ പചതി. വേറെന്താണ്? ഗജാനന ആലോചിക്കുന്നു. ഗജാനനഃ ചിന്തയതി. പിന്നെയോ അമ്മയ്ക്ക് വസ്ത്രം കഴുകി കൊടുക്കും. അപ്പൊ ഗജാനനഃ പ്രക്ഷാലയതി. ഈ കഴുകുന്നു എന്ന് പറയുന്ന അർത്ഥം നോക്കിയിട്ടില്ല നമ്മൾ, അത് എഴുതാൻ ഞാൻ. പ്രക്ഷാലയതി, പ്രക്ഷാലയതി. കഴുകുന്നു, വസ്ത്രം കഴുകുന്നു, പാത്രം കഴുകുന്നു. പാത്രം കഴുകുന്നു എന്ന് നമ്മൾ പറയുമെന്നറിയില്ല. വസ്ത്രം കഴുകുന്നു. അപ്പൊ പ്രക്ഷാളയതി, കഴുകുന്നു. ശരി. അപ്പൊ ഗജാനനഃ എന്ന പദം നമ്മൾ കണ്ടു, അകാരാന്ത പുല്ലിംഗ ശബ്ദം. അപ്പൊ ഗജാനനഃ ഖാദതി എന്ന് പറയുമ്പോൾ ഗജാനനൻ കഴിക്കുന്നു. ഇവിടെയോ ഉപാസ്മഹേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉപാസിക്കുന്നു. ആരെയാണ്? ഗജാനനനെ ഉപാസിക്കുന്നു. ഇവിടെ ഗജാനനൻ കഴിക്കുന്നു, ഇവിടെ ഗജാനനനെ ഉപാസിക്കുന്നു. ആരാണ് ഗജാനനൻ? ആ ഗജാനനന് വിശേഷണമാണ് കൊടുത്തിരിക്കുന്നത്. ഗജാനനെ എപ്പോഴാണ് നമ്മൾ ഉപാസിക്കുക? ന്യൂ ഇയർ വരുമ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോയിട്ട് അപ്പോഴായിരിക്കും ഭഗവാന് വലിയ ബിസി. അത് കഴിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ വായു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമല്ലേ. അല്ലെങ്കിൽ പരീക്ഷാ സമയത്തായിരിക്കും വലിയ ബിസി ഭഗവാൻ. അത് തരാം ഇത് തരാം എന്നൊക്കെ ആശിച്ചിട്ട് പിന്നെ ഭഗവാൻ എല്ലാം ഞാൻ കൊടുത്തു, പക്ഷെ പിന്നെ എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉപാസ്മഹേ എപ്പോഴാണ് ഉപാസിക്കുന്നത്? ഭഗവാനെ ഞാൻ നല്ല ഭക്തനാണ് അങ്ങയുടെ, ഞാൻ എപ്പോഴും രാവും പകലും ഞാൻ ഭഗവാനെ ഉപാസിക്കുന്നു. അഹർ നിശം, അഹഹ നിശം, അഹഹ നിശം, നിശം രാത്രി, അഹഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ. അപ്പോൾ രാപ്പകൽ ഞാൻ ഭഗവാനെ ഉപാസിക്കുന്നു, ഞങ്ങൾ ഉപാസിക്കുന്നു. ഇനി എങ്ങനെയുള്ള ഗജാനനാണ്? ഗജാനനാണ് അഗജാനന പത്മാർക്കം ഗജാനനം ഉപാസ്മഹേ. ഗജാനനെ ഞങ്ങൾ ഉപാസിക്കുന്നു. അഗജാനന പത്മാർക്കലായ ഗജാനനെ ഞങ്ങൾ ഉപാസിക്കുന്നു. ശരി, എന്താണ് ഈ പദം? അത് കടിച്ചാ പൊട്ടാത്ത പാറ പോലെ ഉണ്ടല്ലോ. അഗജാനന പത്മാർക്കം. ഇനി നമ്മൾ കണ്ടു ഇതിൽ ഒരുപാട് പദങ്ങളുണ്ടല്ലോ. അപ്പൊ ആ പദം സമസ്ത പദമാണ്. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അപ്പുറത്തുനിന്ന് തുടങ്ങണം. പക്ഷെ നമ്മൾ ആദ്യം പിരിക്കണമല്ലോ പദങ്ങൾ. ഇനി നിങ്ങൾ പറയൂ, ഇതിൽ എത്ര പദങ്ങളുണ്ട്? ഏതൊക്കെ പദങ്ങളാണെന്ന് പറയൂ. അഗജാനന ഒറ്റ പദമാണോ? അഗ ഗജ, ഗജ, ആനന, എന്തൊക്കെയോ ഉണ്ട്. ആനനം ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് മുമ്പുള്ളത് ഇതോ അഗജ. ആ, അഗജ ആനന, കറക്റ്റ്. അഗജ ആനന പത്മ അർക്കം, പത്മ അർക്കം. അഗജ ആനന പത്മ അർക്കം. ഇനി നമുക്ക് ഓരോ പദത്തിന്റെ അർത്ഥം നോക്കാം, എന്നിട്ട് അവരെ തമ്മിൽ ബന്ധിപ്പിക്കാം. അർക്കം, അർക്കഹ സൂര്യൻ, അർക്കഹ ഭാനുഹു രവിഹി, എല്ലാം സൂര്യന്റെ പേരുകളാണല്ലോ. അതും നമ്മൾ നോക്കണം. അർക്കഹ നമ്മൾ ഗജാനനഹ എന്ന് പറഞ്ഞു, ഗജാനനം എന്ന് പറഞ്ഞു. രണ്ടിനും അർത്ഥം വ്യത്യാസമുണ്ട്. ഗജാനനഹ ഗജാനനൻ, ഗജാനനം ഗജാനനനെ. അർക്കഹ അർക്കൻ, അർക്കം സൂര്യനെ, അർക്കനെ, അർക്കം സൂര്യനെ. എന്താ പറഞ്ഞ? പത്മ അർക്കം, പത്മ അർക്കം. അപ്പൊ പത്മാർക്കം എന്ന് വരും, നീളും. അത് ആ പ്ലസ് ആ പത്മാന്നാകും, പത്മാർക്കം. ശരി. അപ്പൊ അർക്കഹ സൂര്യൻ എന്നുള്ള അർത്ഥം കിട്ടി. പത്മ താമര, ആനന മുഖം, അഗജ ഗജത്തിന്റെ മുഖം, ഗജത്തിന്റെ മുഖം. അല്ല, അഗജ അർത്ഥം എന്താണ്? മുഖം ആനന വരുന്നുണ്ടല്ലോ. അപ്പം ഇത് മുഖം എന്ന് വരില്ലല്ലോ. അഗജ. ശരി, ഞാൻ ക്ലൂ തരട്ടെ. ജ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കടക്ക പോവുക, നടക്ക പോവുക. ജ അത് ഹിന്ദിയിലല്ലേ? ഹിന്ദിയിലല്ലേ ജാ? അല്ല,
ഹിന്ദി ഇതും സൂക്ഷിക്കണം. ഹിന്ദിയിലല്ല ഇത്. ജ. ശരി, ഞാൻ വേറൊരു ഉദാഹരണം എന്താ പറയാം. പത്മജ. പത്മത്തിൽ നിന്ന് ജനിച്ചു. അപ്പൊ ജ എന്താണ് ഇവിടെ? ജനിച്ചവൾ. എന്തിൽ നിന്നും ജനിച്ചു? അല്ല, ഇവിടെ എന്താണ്? ഇതിന് മുൻപ് എന്താണല്ലേ? അഗ. ശരി, അഗ. നിങ്ങൾ ഇതിന്റെ അർത്ഥം പറഞ്ഞു, ജാന്റെ അർത്ഥം പറഞ്ഞു. ജ ആണോ ജാ ആണോ? ജ. ശരി, അതങ്ങനെ ഇരിക്കട്ടെ. ജനിച്ചു എന്നുള്ള അർത്ഥം നിങ്ങൾ കണ്ടുപിടിച്ചു, അത് ശരിയാണ്. അഗ എന്ന അർത്ഥം എന്താണ്? ഞാൻ ക്ലൂ തരാം. ഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഒരു ക്രിയാപദം ഗ വെച്ച് തുടങ്ങുന്ന ക്രിയാപദം ഏതാണ്? ഗമിക്ക. ഗച്ഛതി, ഗമിക്ക. അപ്പൊ അതിന്റെ മുൻപ് ആ ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം പോകുന്നില്ല, പോകുന്നില്ല. അപ്പൊ അച്ചലമായിട്ട് എന്ത് നിൽക്കുന്നു പ്രകൃതിയില്? പർവ്വതം. അപ്പൊ അഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന ഗച്ഛതി, ഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗച്ഛതി. ആ ഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന ഗച്ഛതി, ചലിക്കുന്നില്ല, പോകുന്നേ ഇല്ല. പർവ്വതം. പർവ്വതത്തിൽ നിന്നും ജനിച്ച ആരാണ്? പാർവതി. അപ്പോ അഗജ എന്ന് വെച്ച് കഴിഞ്ഞാ പാർവതി. അഗജ ആനന പാർവതിയുടെ മുഖം. അപ്പൊ ഇവിടെ അഗജ അല്ല അഗജ എന്ന് വരും. കാരണം പാർവതി ദേവി സ്ത്രീലിംഗം, അപ്പൊ സ്ത്രീ ആയതുകൊണ്ട് അഗജ എന്ന് വരും. അഗജ അല്ല അഗജ. അഗജ പ്ലസ് ആനന അഗജാനന. ആ പ്ലസ് ആ തന്നെയാണ്. ശരി, ഇനി ഇത് തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കും? അഗജ പാർവതി. അകം പർവ്വതം, പർവ്വതത്തിന്റെ പുത്രി പാർവതി. ഇത് മുഖമാണ്, ഇത് പത്മമാണ്, ഇത് അർക്കമാണ്, സൂര്യനാണ്. ഇനി ഒരു ക്ലൂ തരാം. സൂര്യനും പത്മത്തിനും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ പത്മം വികസിക്കുന്നു. അപ്പം ഗണേശനും പാർവതിക്കും തമ്മിൽ എന്താ ബന്ധം? അമ്മയും മോനും. അപ്പൊ ആരെ കാണുമ്പോൾ ആര് വികസിക്കും? മകനെ കാണുമ്പോൾ അമ്മയുടെ മുഖം. അപ്പോ പാർവതി, അതായത് അകത്തിൽ നിന്നും ജനിച്ച പാർവതിയുടെ മുഖത്തിന് പത്മം അർക്കം. എങ്ങനെയാണോ രവി സൂര്യൻ പത്മത്തിന്, അതേപോലെ ഇവിടെ അർക്കൻ ആരാണ്? ഗണേശൻ. പാർവതിയുടെ മുഖത്തിന് പത്മമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ പാർവതിയുടെ മുഖമാകുന്ന പത്മത്തിന് ഗണേശനാകുന്ന സൂര്യൻ. അപ്പൊ ഗണേശനെ കാണുമ്പോൾ പാർവതിയുടെ മുഖപത്മം ആഹാ പുഞ്ചിരി തോന്നുന്നു. എല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ? കുട്ടികളെ കാണുമ്പോൾ അമ്മമാരുടെ മുഖം വികസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഗണേശനെ നമ്മൾ ഉപാസിക്കുന്നു. അങ്ങനെയുള്ള ഗജാനനെ അർക്കനെ ഓർക്കണേ. ഇവിടെ അർക്കഹ എന്നും കൂടി എഴുതാം ഞാൻ. അർക്കഹ, അർക്കം, അർക്കനെ. ശരി, ഇനി അടുത്തത് അതേപോലെ തന്നെ കൺഫ്യൂസിങ് വേർഡ്സ് ആണ്. ഏകദന്തം നിങ്ങൾ പറഞ്ഞു. ഏകദന്തനായ ഗജാനനെ ഞങ്ങൾ ഉപാസിക്കുന്നു. ഏകദന്തനായ. അപ്പൊ ഏകദന്തഃ, ഏകദന്തം, ഏകദന്തഃ, ഏകദന്തനെ. ഇതിന് രണ്ട് പദങ്ങളുണ്ട്. ദന്ത, ഒരു ദന്തമുള്ളവൻ. അപ്പൊ ഒരു ദന്തമുള്ളവനെ ഞാൻ നമസ്കരിക്കുന്നു. ശരി, ഇനി ഈ ഒരു ലൈനാണ് അനേകദം തം ഭക്താനാം. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ എഴുതാന്ന്. അനേകദന്തം ഭക്താനാം ഇങ്ങനെ എഴുതുമ്പോൾ പലരും വിചാരിക്കും എന്താണ്? കുറേ ദന്തങ്ങളുള്ള അനേക ദന്തങ്ങളുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു. അങ്ങനെയല്ലോ, അനേകം ദന്തങ്ങളുണ്ടോ? ഇവിടെ ഏകദന്തം കൊടുത്തിട്ട് ഉടനെ തന്നെ അനേകദന്തം. പക്ഷെ നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു അത്ഭുതം അങ്ങനെയാണല്ലോ. ആദ്യം ഒന്ന് പറയും, നേരെ വിപരീതമായിട്ടും പറയുമല്ലോ അല്ലെ. ഭഗവാൻ സഗുണ സാകാര രൂപനാണ്. പിന്നെ പറയും ഇല്ല, ഭഗവാന് രൂപവും ഇല്ല, ഗുണവും ഇല്ല, ഒന്നുമില്ല, അതിനെല്ലാം അപ്പുറമാണ്. പക്ഷെ അതുപോലെ അല്ല, ഇത് പിരിക്കാതെ ഇങ്ങനെയാണ്. അനേകദം തം, അനേകദം തം. ഇത് എങ്ങനെയാണ് ഈ ന ആവുന്നത്? ഇതുണ്ടല്ലോ ദം എന്നുള്ളത്, ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം ഏതാണോ അതിൻ്റെ അനുനാസികം. ഈ അക്ഷരം ഏത് വർഗത്തിലാണോ വരുന്നത് ആ വർഗത്തിൻ്റെ അനുനാസികമായി മാറും. ഇതെന്താണ്? അനുസ്വാരമാണല്ലോ. ഈ അനുസ്വാരം. ഇപ്പൊ നോക്കൂ, ഇത് അനുസ്വാരം. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്?
ത ത വർഗമാണല്ലോ, തവർഗത്തിലാണ് അത് പെടുന്നത്. തവർഗത്തിന്റെ അനുനാസികം ഏതാണ്? അവസാനത്തെ അക്ഷരം ന. ത ഥ ദ ധ ന. അപ്പം ഇതെന്തായി മാറും? അനുസ്വാരം ന, പാതിന ആയി മാറി. അതാണ് അനേക ദന്തം. ശരി, അനേകദം ആയ ഗണേശനെ ഞങ്ങൾ ഉപാസിക്കുന്നു. അനേകദഹ, അനേകദം, അനേകദനായ. അനേകദഹ ഇത് എങ്ങനെ അർത്ഥം പറയും? എങ്ങനെ പിരിക്കും? അനേകദഹ ഒരു എക്സാമ്പിൾ പറയട്ടെ, ക്ലൂ തരാം. നാരദഹ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നാരം ദദാതി. അപ്പൊ ഇവിടെ അങ്ങനെ പിരിക്കൂ, ദദാതി, ദദാതി. നിറയെ കൊടുക്കുന്നു. ചോദിക്കുന്നവർക്ക് ഭഗവാൻ ഒന്നോ രണ്ടോ എല്ലാം കൊടുക്കുക, വാരിക്കോരി കൊടുക്കും ഭഗവാൻ. അപ്പൊ അനേകം പല കാര്യങ്ങളും ഭഗവാൻ തരുന്നു. അപ്പൊ അനേകത്തിനെ തരുന്ന ആ ഭഗവാനായിക്കൊണ്ട് അല്ലെ, ഭഗവാനെ ഞങ്ങൾ ഉപാസിക്കുന്നു. തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗണേശനെ, തം ആ ഗണേശനെ ഉപാസിക്കുന്നു നമ്മൾ. പക്ഷെ ആർക്കാണ് ഭഗവാൻ കൊടുക്കുക? ഭക്താനാം, ഭക്തന്മാർക്കാണ് കൊടുക്കുക. ഈ പദം നമ്മൾ അങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ എന്താണ് അർത്ഥം എന്ന് നമുക്ക് പിന്നീട് വിശദമായിട്ട് നോക്കാം. അപ്പൊ ഇതിലെല്ലാം മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിന്റെ അവസാനം ഇങ്ങനെ വരുമ്പോൾ അത് ഗജാനനൻ കഴിക്കുന്നു. അതിൻ്റെ അവസാനം മ വന്നു കഴിഞ്ഞാലോ ഗജാനനനേ എന്ന് വരുന്നു. ഗജാനനനേ, ശിവനേ, അങ്ങനെ. ഇതിൽ സംശയങ്ങളുണ്ടോ? അപ്പോൾ ഇതുവരെ നമ്മൾ അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ അവസാനം രണ്ട് വരുന്ന അവസാനം നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ഒന്ന്, ഈ പദം വന്നു കഴിഞ്ഞാൽ ആയ, പിന്നീടോ മ. ഈ രണ്ട് അർത്ഥങ്ങൾ നമ്മൾ കണ്ടു. ഉദാഹരണത്തിന് ഗജഹ, ഗജഹ ഗജം, ഗജഹ ഗജം. ഗജം എന്ന് പറയുമ്പോൾ ഗജത്തിനെ, ഗജായ ഗജത്തിനായിക്കൊണ്ട്, ഞാൻ ഗജത്തിനായിക്കൊണ്ട് വാഴപ്പഴം കൊടുത്തു, ശർക്കരയും അരിയും ഉരുട്ടി അതിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അതെന്ത് ചെയ്തു? കുഞ്ഞാനകളെ കാണാൻ നല്ല രസമാണല്ലേ, കുട്ടിയാന, പിറന്ന ആന. അതും നമ്മളെ കണ്ട് പൊക്കം വരുമല്ലേ. ഈ കുഞ്ഞാനയും ഏറ്റവും ചെറിയ ആന എങ്ങനെയായിരിക്കും? നമ്മുടെ കുട്ടികളെ പോലെ അല്ലല്ലോ, നല്ല പൊക്കം ഉണ്ടാവൂല്ലേ. ശരി, അപ്പം ഈ രണ്ട് അർത്ഥങ്ങൾ, ഇത് രണ്ടും രണ്ട് വിഭക്തികളാണ്. ഇപ്പം നമ്മൾ ഇത് കണ്ടുവല്ലോ, ഇത് രണ്ടും അതിൻ്റെ രണ്ട് വിഭക്തികളാണ്. അതിൻ്റെ പേരൊക്കെ നമ്മൾ എല്ലാം ഒന്ന് സാമാന്യനെ കണ്ടതിന് ശേഷം നമുക്ക് പേര് പഠിക്കാം. ശരി, അടുത്ത വിഭക്തി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.